അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കുറച്ച് ദിവസമായാലോ നമ്മൾ ലൈവൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ടില്ലേ? പരീക്ഷ ഉണ്ടായിരുന്നില്ലല്ലോ ഉസ്താദെ. അപ്പൊ പിന്നെന്താ, കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കട്ടെ അല്ലേ? റെസ്റ്റ് എടുക്കലൊക്കെ കഴിഞ്ഞോ? നാളെ പരീക്ഷയാണ്. അപ്പൊ പിന്നെ നിങ്ങള് റെസ്റ്റ് എങ്ങനെ എടുത്താൽ എങ്ങനെ ശരിയാവുക? പക്ഷേ ഇതിന്റെ കൂട്ടത്തിൽ നല്ല അടിപൊളിയായിട്ട് പഠിച്ച കുട്ടികളുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പൊ ഇത്രയും ദിവസം ഗ്യാപ്പൊക്കെ കിട്ടിയപ്പോൾ നല്ല ഉഷാറായിട്ട് പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ടാകും. എന്നാലും അവർക്കൊക്കെ വേണ്ടിയിട്ടും അല്ലാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ഇൻഷാ അല്ലാ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. നമ്മുടെ കഴിഞ്ഞ ഫിഖിന്റെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? അന്ന് ചോദിക്കാൻ പറ്റിയില്ലല്ലോ. ഏകദേശം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന മാർക്ക് എത്രയാന്നുള്ളത് ഒന്ന് കോമെന്റ് ചെയ്യോ? കാരണം നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ട് എന്നുള്ളതൊന്നും അറിയാലോ. ആർക്കൊക്കെ എത്ര മാർക്ക്, ഫുൾ മാർക്ക് ഉള്ളവരുണ്ടോ ഉള്ളതൊക്കെ ഒന്ന് അറിയാലോ. ഇൻഷാ അല്ലാ. നിങ്ങൾ എല്ലാവരും ഈ ലൈവ് കേൾക്കുന്ന എല്ലാവരും എന്ത് ചെയ്യണം? ഫിക്കയിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യുന്ന മാർക്ക് എത്ര എന്നുള്ളത് കോമെന്റ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ പേരും അതേപോലെ തന്നെ നിങ്ങളുടെ സ്ഥലം ഒന്ന് കോമെന്റ് ചെയ്യണേ. കാരണം നമുക്കിത് നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട്സ് പോലെയാണ് അല്ലേ? ഒരു ഫ്രണ്ട് സർക്കിൾസ് അല്ലേ ഇത്? ഇല്ല, കേരളത്തിന്റെ അല്ലെങ്കിൽ എവിടെ ഇരുന്നിട്ട് ആൾക്കാർ ഇതൊക്കെ കേൾക്കുന്നുണ്ട് നമുക്കൊന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. ഇൻഷാ അല്ലാ നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി അധികം വൈകിപ്പിക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി നമ്മുടെ ലൈവ് ഡിസ്കഷനിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്ക് താരിഖിന്റെ ഡിസ്കഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാണ്? തുടങ്ങാൻ പോവുകയാണ്. 2024-25 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കഷൻ ചെയ്യുമ്പോൾ മലബാറിലെ മക്ക എന്ന് അറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ നമുക്ക് നോക്കിയേക്കാം. സ്വാഭാവികമായിട്ടും മലബാറിലെ മക്ക അതിനെ കുറിച്ചിട്ട് വരുന്നത് നമുക്ക് ലാസ്റ്റ് പാഠത്തിലായിരിക്കും. 15 പാഠല്ലേ നമുക്കുള്ളത്. അപ്പോ കണ്ടോ, ആൻസർ ഇവിടെ തന്നെ ഉണ്ട്. പൊന്നാനി ദർസ് മുസ്ലിം ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു ദർസായിരുന്നു. മിസ്ർ, സിറിയ, യമൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് മുത്തഅല്ലിമുകൾ വന്നിരുന്നു. നമ്മുടെ പൊന്നാനിയിലേക്ക് ഒരുപാട് ആളുകൾ അറിവ് പഠിക്കാൻ വേണ്ടി വന്നിരുന്നു. പ്രധാനപ്പെട്ട ഒരുപാട് വലിയ വലിയ പണ്ഡിതന്മാർ നമ്മളിവിടെ ദർസ് നടത്തിയിട്ടുണ്ട്. ഒരു മുസ്ലിം യൂണിവേഴ്സിറ്റി തന്നെ നമുക്ക് പറയാം നമ്മുടെ കേരളത്തിലുള്ള പൊന്നാനി. അതുകൊണ്ടെല്ലാം പൊന്നാനി മലബാറിലെ മക്ക എന്നറിയപ്പെടുന്നു. അപ്പൊ മലബാറിലെ മക്ക എന്നറിയപ്പെടുന്നത് പൊന്നാനിയാണ്. അപ്പൊ അതിന്റെ കാരണങ്ങൾ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിവിടെ മലബാറിലെ മക്ക എന്നറിയപ്പെടുന്നത് ഫസ്റ്റ് ഓപ്ഷൻ പൊന്നാനി. ഇനി മഖ്ദൂമുമാരുടെ കുടുംബം. നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, പക്ഷെ അതിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടണല്ലോ. ഏതാണ് മഖ്ദൂമുമാരുടെ കുടുംബം ഏതാണെന്നുള്ളത് നമുക്ക് നോക്കിയേക്കാം. നോക്കി, യമനിലെ മഅബറിൽ നിന്നും വന്ന അഷേഖ് അലീബുൻ അഹമ്മദുൽ മഅബരി എന്നവരാണ് മഖ്ദൂം കുടുംബത്തിന്റെ പിതാവ്. അപ്പൊ നമുക്ക് ഈ ഒരു വരിയിൽ നിന്ന് മഖ്ദൂം കുടുംബത്തിന്റെ പിതാവ് ആരാണെന്ന് കിട്ടി. ആരാ? അഷേഖ് അലീബുൻ അഹമ്മദുൽ മഅബരി. ആ പേര് ശരിക്കും ഓർത്തു വെക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രല്ല, അവർ എവിടെ നിന്നാ വന്നത്? യമനിൽ നിന്ന്. യമനിലെ എവിടെ നിന്ന്? മഅബറിൽ നിന്ന്. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് റിട്ടേൺ ചെയ്ത് നോക്കിയേക്കാം. മഖ്ദൂമുമാരുടെ കുടുംബം, ധർമ്മടം, കൊടുങ്ങല്ലൂർ, ചരിത്രകാർ, യമനിൽ നിന്ന് വന്നവർ. യെസ് ഉസ്താദെ, അതന്നെയല്ലേ യമനിൽ നിന്ന് വന്നവർ, നമ്മളിപ്പോൾ അവിടെ പഠിച്ചില്ലേ? യെസ്, രണ്ടാമത്തത് ആണ്. അറക്കൽ രാജകുടുംബത്തിന്റെ തലസ്ഥാനം. അറക്കൽ രാജകുടുംബത്തിനെ കുറിച്ച് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്? നോക്കിയേക്കാം. അറക്കൽ രാജകുടുംബത്തിനെ കുറിച്ചിട്ട് നമുക്കിതാ ഇവിടെ കണ്ടോ, 13ാമത്തെ പാഠം. കേരളത്തിലെ മുസ്ലിങ്ങൾ വളർന്നു, അവർക്കൊരു ഭരണകൂടം പോലും ഉണ്ടായി. അതാണ് അറക്കൽ രാജകുടുംബം. ഹിജറ 64-ലായിരുന്നു ആ ഒരു കുടുംബം ആ ഒരു കുടുംബം നിലവിൽ വന്നത്. ആദ്യം ധർമ്മടവും പിന്നെ കണ്ണൂരുമായിരുന്നു അതിന്റെ തലസ്ഥാനം. ആദ്യം ധർമ്മടം, പിന്നീട് കണ്ണൂര്. നമുക്കിവിടെ ഓപ്ഷൻസ് ഏതാണുള്ളത് നോക്കിയേക്കാം. ധർമ്മടം ഉണ്ടോ? ധർമ്മടം ഉണ്ട്. കണ്ണൂരൊന്നുമില്ലല്ലോ, ഇല്ല. അപ്പോൾ അറക്കൽ രാജകുടുംബത്തിന്റെ തലസ്ഥാനം ധർമ്മടം. യെസ്. അപ്പൊ അവിടെ നമുക്ക് പോയിന്റ് കിട്ടി. ആദ്യം ധർമ്മടായിരുന്നു, പിന്നീട് കണ്ണൂരായിരുന്നു. കണ്ണൂരിലെ ഇരിക്കൂറിലാണ് എന്ത്? അതാ എന്താ സാർ, കണ്ണൂരിലെ ഇരിക്കൂറിലാണ് എന്താ സംഭവം? എന്താ? അപ്പൊ അവിടെ നമ്മൾ നോക്കണം. ജസ്റ്റ് നോക്കിയേക്കാം. ഇങ്ങനെ 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 പോരുമ്പോ
കേരളത്തിലേക്ക് ഇസ്ലാം എത്തിയ കഥ ഇങ്ങനെ പറയുമ്പോൾ കണ്ടോ, മാലിക് ബിൻ ദീനാർ സംഘത്തിന് ശേഷം പിന്നെയും സ്വഹാബിമാർ കേരളത്തിൽ വന്നതിന് പല ചരിത്രപരമായ തെളിവുകളുണ്ട്. ഉദാഹരണമായി കണ്ണൂർ ഇരിക്കൂറിലെ നിലാമുറ്റം മക്ബറയിൽ സ്വഹാബിമാരുടെ ഖബറുണ്ട്. അപ്പോൾ കണ്ണൂരിലെ ഇരിക്കൂർ എന്ന സ്ഥലത്ത് എന്തുണ്ട്? നിലാമുറ്റം മക്ബറയുണ്ട്. നമുക്കിവിടെ നോക്കിയേക്കാം. കണ്ടോ, കണ്ണൂരിലെ ഇരിക്കൂറിലാണ് നിലാമുറ്റം. കണ്ടോ, നാലാമത്തത് ഇവിടെ. ഓക്കെ. ചേരമാൻ മസ്ജിദ്. ചേരമാൻ മസ്ജിദ് ചേരമാൻ മസ്ജിദ് എന്താ? നമുക്ക് നോക്കിയേക്കാം. ചേരമാൻ മസ്ജിദ് ദാ ഫസ്റ്റ് തന്നെ ഇവിടെ കിടക്കണോ 13ാമത്തെ പാഠത്തില്. അദ്ദേഹം സ്ഥാപിച്ച പള്ളിയാണ് കൊടുങ്ങല്ലൂരിലെ ചേരമാൻ മസ്ജിദ്. അപ്പൊ നമുക്ക് ഇവിടെ ആര് സ്ഥാപിച്ചത്? ചേരമാൻ പെരുമാളിന്റെ കൂടെ ഉണ്ടായിരുന്ന സംഘം നേരെ വന്നത് കൊടുങ്ങല്ലൂരിലേക്കാണ്. നമ്മുടെ അവിടെ താജുദ്ദീൻ എന്ന ചേരമാൻ പെരുമാളിന്റെ കഥയൊക്കെ നമുക്ക് 12ാമത്തെ പാഠത്തിൽ പഠിക്കുന്നുണ്ട് അല്ലേ? അതിനുശേഷം അവരുടെ കൂടെ വന്ന 3 സ്വഹാബികളുടെ കഥയും നമ്മൾ അതിൽ പഠിക്കുന്നുണ്ട്. സ്വഹാബികൾ നേരെ വന്നത് എങ്ങോട്ടാണ്? കൊടുങ്ങല്ലൂരിലേക്കായിരുന്നു. എന്നിട്ട് അവിടെ എല്ലാം അവര് താമസിക്കുകയും പള്ളി നിർമ്മിക്കുകയും ചെയ്തു. അതാണ് ആദ്യത്തെ പള്ളി കൊടുങ്ങല്ലൂരിലെ. ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി ഏതെന്ന് വെച്ചാൽ കൊടുങ്ങല്ലൂരിലെ ചേരമാൻ മസ്ജിദ്. അപ്പൊ ചേരമാൻ മസ്ജിദ് എവിടെയാണ്? കൊടുങ്ങല്ലൂരിലാണ്. അപ്പൊ ചേരമാൻ മസ്ജിദ് കൊടുങ്ങല്ലൂരിലാണ്. കണ്ടോ 5. ആൻഡ് ലാസ്റ്റ് ഫൈനലി മുഹമ്മദ് ഖാസിം. അത് നമുക്കിവിടെ 6 എന്ന് ഇടാം. പക്ഷെ അങ്ങനെ കിട്ടാൻ ശരിയാവോ? ഇത് എവിടെ വന്നിക്കണെന്നൊരു ഓർമ്മ വേണ്ടേ? നമ്മൾ ആ പാഠം ഒന്ന് എടുത്തു നോക്കി. ഇതിൻ്റെ 12ാമത്തെ പാഠത്തിൽ ഒന്ന് നോക്കി. 3 പേരുകൾ നമുക്ക് പഠിക്കാനുണ്ട് ഈ പാഠത്തിൽ മസ്റ്റായിട്ട്. ഒന്ന്, ചരിത്രകാരൻ മുഹമ്മദ് ഖാസിം. കൊടുങ്ങല്ലൂർ ആസ്ഥാനമായി മലബാർ ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാൾ ഒരിക്കൽ ചന്ദ്രൻ പിളർന്നത് കണ്ടു. അപ്പൊ ആ കഥ പറഞ്ഞ ആളാരാ? ചരിത്രകാരൻ മുഹമ്മദ് ഖാസിം. ഇതേ സെയിം കഥ തന്നെ ഇമാം സുഹ്റവർദിയുടെ റിഹ്ലത്തുൽ മുലൂക്ക് എന്നൊരു ബുക്കിലുമുണ്ട്. അലി തൊബരിയുടെ ഫിർദൗസുൽ ഹിക്മ എന്ന് പറഞ്ഞൊരു കിതാബിലുമുണ്ട്. അപ്പൊ നമുക്ക് ഈ 3 പേരുകൾ, മുഹമ്മദ് ഖാസിം, ഇമാം സുഹ്റവർദി, അലി തൊബരി, ഈ 3 പേര് നിർബന്ധമായിട്ടും പഠിക്കണം. അവരുടെ കിതാബുകൾ ഏതായെന്നും പഠിക്കണം. പിന്നെ മുഹമ്മദ് ഖാസിം എന്നവര് ചരിത്രകാരനാണെന്നും പഠിക്കണം. അത് ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിനവിടെ ടിക്കിടാം. ഓക്കെ, ഇവിടെ ഇനി നമുക്ക് 6 ഇടാം കേട്ടോ. അല്ലാതെ പെട്ടെന്ന് 6 ഇട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു അന്തമില്ലാതെ ഇടലായിരിക്കും. അപ്പൊ നമുക്ക് നോക്കിയേക്കാം. നെക്സ്റ്റ്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? ഞാനിത് എന്താ വെച്ച് കഴിഞ്ഞാൽ വെറും ചോദ്യം വായിക്കുന്നതിൻ്റെ പകരം അതിൻ്റെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ നാളെ പരീക്ഷയ്ക്ക് നിങ്ങൾക്കത് നല്ല ഹെൽപ്ഫുൾ ആവും. അതുകൊണ്ടാണ് ഞാൻ പാഠഭാഗങ്ങൾ കൂടി കാണിച്ചു തരുന്നത് കേട്ടോ. അല്ല, ഞാനൊരു സംശയം ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഈ പാഠഭാഗങ്ങൾ കാണിച്ചു തരുന്നത് ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ? ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കോമെന്റ് ചെയ്യണേ. അതായത് ഉസ്താദേ എനിക്കിത് നല്ല ഹെൽപ്ഫുൾ ആവുന്നുണ്ട്, കാരണം അങ്ങനെ കാണിച്ചു തന്നുകൊണ്ട് ബെനിഫിറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കണം. ഒന്ന് ഞാൻ മനസ്സിലാക്കട്ടെ ഇൻഷാ അല്ലാ. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. വേർതിരിക്കാം. നമുക്കിവിടെ 1 നിടാം, ഇവിടെ 2 നിടാം, 3 നിടാം. എഴുതണതിൻ്റെ പകരം കേട്ടോ. എഴുതാൻ ഭയങ്കര മടിയായതുകൊണ്ടൊന്നല്ല, ഇത് എഴുതാൻ കുറച്ച് ടഫാണ്. അപ്പോൾ വടക്കേ മലബാറിലാണ് ഇവിടെ എന്തുണ്ട്? 1, 2, 3, 4, 5, 6 പേരുകളുണ്ട്. അപ്പോൾ വടക്കേ മലബാറിലുള്ള സ്ഥലങ്ങളും തെക്കൻ കേരളത്തിലുള്ള സ്ഥലങ്ങളും മധ്യ മലബാറിലുള്ള സ്ഥലങ്ങളും നമുക്കിവിടെ വേർതിരിച്ചെഴുതണം. അപ്പൊ നമുക്കിവിടെ ഏത് പാഠത്തിലാണ് ഇത് വന്നിട്ടുള്ളത് എന്ന് നോക്കിയേക്കാം. നമുക്ക് 14ാമത്തെ പാഠം എടുക്കാം. 14ാമത്തെ പാഠം എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മധ്യ മലബാർ 3 സ്ഥലങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. മധ്യ മലബാർ, അതേപോലെ തന്നെ വടക്കേ മലബാർ. അപ്പം ഇനി സ്വാഭാവികമായിട്ട് അടുത്തത് എന്താണ്? തെക്ക് ഇവിടെ ഉണ്ടാവുമല്ലോ. തെക്കൻ കേരളം. നമ്മൾ ഫസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, ശ്രദ്ധിച്ചു പോയില്ല. നമുക്കിവിടെ 3 ഉണ്ട്. തെക്കൻ കേരളം, മധ്യ മലബാർ, വടക്കേ മലബാർ. അപ്പം ഇനി നമുക്ക് ഇവിടെയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയേക്കാം. എടവണ്ണക്കാട്, കൊടുങ്ങല്ലൂര്, പറവണ്ണ, കണ്ണൂര്, കാസർഗോഡ്, പള്ളിപ്പുറം. ശരിക്കും ഓർത്ത് വെച്ചോളേ. നമുക്ക് ഇനി പേരിങ്ങനെ നോക്കിയേക്കാം. നോക്കാം.
കോഴിക്കോട് ഉണ്ടായിരുന്നു താനൂർ, പറവങ്ങാടി, തിരൂരങ്ങാടി, പറവണ്ണ, പൊന്നാനി, വെളിയങ്കോട്. പറവണ്ണൊക്കെ പറഞ്ഞ പോലെ ഉണ്ടല്ലോ അല്ലേ? പറവണ്ണ ഉണ്ടോ? ഇതാ പറവണ്ണ. ഏതാ? മധ്യമലബാർ അല്ലേ പറവണ്ണ? അപ്പോൾ ഇവിടെ നമുക്ക് 3 എന്നിടാം. ഓക്കെ. അപ്പം ഇനി ഒന്നുകൂടി ഉണ്ടാവും കേട്ടോ. ഏതാവുന്നുള്ളത്? മധ്യമലബാറിലുള്ള സ്ഥലങ്ങൾ ഏതാ? കോഴിക്കോട്. കോഴിക്കോടുണ്ടോ? ഇല്ല, കോഴിക്കോടില്ല. നമുക്ക് ബാക്കി നോക്കിയേക്കാം. പൊന്നാനി, വെളിയങ്കോട് തുടങ്ങിയ നാടുകൾ മധ്യമലബാറിൽ. മംഗലാപുരം, കാസർഗോഡ്. കാസർഗോഡ് ഉണ്ട്. കാസർഗോഡ് ഏതാ സ്ഥലം? കാസർഗോഡ് പഴയങ്ങാടി, നാദാപുരം. ഇതാ സോറി മക്കളോ, ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇവിടുന്ന് ഇതാ ഇത് കാരണമായിട്ട് എന്നുള്ളത് തെക്കൻ കേരളത്തിലും പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ചാലിയം തൊട്ട് എന്താ മധ്യ മലബാറിലും ഇവിടുന്ന് ഇതുവരെ ബടുക്കൽ തൊട്ടിട്ട് വടക്കേ മലബാറിലും ഇങ്ങനെയാണ് ഓപ്ഷൻ കേട്ടോ. ജസ്റ്റ് ഒന്ന് മാറിപ്പോയതാണ്, ഞാനിത് ഇങ്ങോട്ട് വായിച്ചു പോയി. ജസ്റ്റ് ഒന്ന് ക്ഷമിക്കണേ. നമുക്ക് നോക്കിയേക്കാം. അപ്പോൾ കൊടുങ്ങല്ലൂര്, കൊച്ചി, എടവണ്ണക്കാട് അല്ലേ? എടവണ്ണക്കാട് ഏതാ? തെക്കൻ കേരളം. അപ്പോൾ എടവണ്ണക്കാട് തെക്കൻ കേരളം. ഇതാ രണ്ടാമത്തെ ഓപ്ഷൻ ഇവിടെ ഇട്ടു. ഇനി അടുത്തത് എന്താണ്? പിന്നെ നമുക്ക് കൊടുങ്ങല്ലൂർ, കൊച്ചി, എടവണ്ണക്കാട്, പള്ളിപ്പുറം തുടങ്ങിയ നാടുകൾ തെക്കൻ കേരളത്തിലെ അല്ലേ? അപ്പോൾ പള്ളിപ്പുറം ഉണ്ട് തെക്കൻ കേരളത്തിൽ. അപ്പോൾ നമ്മൾ ഇവിടെ 2 ഇട്ടു. ഓക്കെ. ഇനി നമുക്ക് അവിടെ ഉള്ളതോ ചാലിയം, കോഴിക്കോട്, താനൂർ, പരപ്പനങ്ങാടി, തിരൂരങ്ങാടി, പറവണ്ണ, പൊന്നാനി, വെളിയങ്കോട് തുടങ്ങിയ നാടുകൾ മധ്യ മലബാറിലും. അപ്പോൾ നമുക്കിതിൽ പറവണ്ണ ഉണ്ട് അല്ലേ? പറവണ്ണ മധ്യ മലബാർ. അപ്പോൾ പറവണ്ണ കണ്ടോ, മധ്യ മലബാർ കണ്ടോ 3. ഇനിയോ അടുത്തതോ ബടുക്കൽ, മംഗലാപുരം, കാസർഗോഡ് ഉണ്ട്, കണ്ണൂരുണ്ട് കണ്ടോ. കാസർഗോഡും കണ്ണൂരും വടക്കേ മലബാറാണ്. അപ്പോൾ അതാ കാസർഗോഡ് വടക്കേ മലബാർ, ഇതാ കാസർഗോഡ്, കണ്ണൂര്. അപ്പോൾ ഈ കൊടുങ്ങല്ലൂർ ഏതാ? ഒന്ന് നോക്കിയേക്ക്. നമ്മളിവിടെ പോയിട്ടും വന്നിട്ടും ഇതാ കൊടുങ്ങല്ലൂർ ഏത് സ്ഥലത്താ? തെക്കൻ കേരളത്തിലാണ്. അപ്പോൾ ഇതാ ഇവിടെ 2 ഇടാ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ ഭാഗങ്ങൾ തെക്കൻ കേരളത്തിലുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, വടക്കൻ മലബാറിലുള്ള ഏതൊക്കെയാണ്, മധ്യ മലബാറിലുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചാൽ വളരെ ഉപകാരമാകും എന്നുള്ളത് ശരിയാണ്. ഓക്കെ. അപ്പോൾ ആ ഭാഗങ്ങളൊന്ന് നല്ല ഉഷാറായിട്ടൊന്ന് വായിക്കണേ. ഒരു 2-3 തവണയെങ്കിലും വായിച്ച് ശരിക്കൊന്ന് പഠിക്കണം കേട്ടോ. ഇനി നമുക്ക് നോക്കാം. ഹിജ്റ 3-ാം വർഷം റമദാനിലായിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു എന്ത്? നമുക്ക് തന്നെ സിമ്പിളായിട്ട് കിട്ടുന്നതാണ്, പക്ഷെ നമുക്കത് കിതാബിൽ തന്നെ നോക്കി മനസ്സിലാക്കാം. ഇതാ ഒന്നാമത്തെ പാഠത്തില് എന്തുണ്ട് നമുക്കിങ്ങനെ നോക്കിയാൽ മനസ്സിലാകും. ഹിജ്റ 3-ാം വർഷം റമദാനിലായിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു മദീനയിൽ ജനിച്ചത്. കണ്ടോ, നമ്മൾ ഒറ്റയ്ക്ക് ചിലപ്പോൾ ജനിച്ചത് എന്ന് എഴുതിയേക്കും, പക്ഷെ അവിടെ മദീനയിൽ ജനിച്ചത് എന്നുണ്ട്, പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മദീനയിൽ ജനിച്ചത്. ഓക്കെ. ഇനി അടുത്തതോ യൂഫ്രട്ടീസ് നദിയുടെ കരയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കിയേക്കാം. നമുക്ക് ഇനി ഇങ്ങനെ പോയിട്ടും വന്നിട്ടും അടുത്ത 2-ാമത്തെ പാഠെടുക്കുക. കർബലയിൽ അണഞ്ഞ താരം. ഇതിൽ നമുക്ക് പഠിക്കാനുണ്ടാവും യൂഫ്രട്ടീസ് നദിയുടെ തീരത്താണ് കർബല സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള പറഞ്ഞിട്ടൊരു ആൻസർ ഇവിടെ വരുന്നുണ്ട്. കർബല യൂഫ്രട്ടീസ് നദിയുടെ കരയിലാണ് കർബല എന്നാണ്. ഓക്കെ. നമുക്ക് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? നദിയുടെ കരയിലാണ് കർബല. ഓക്കെ. ഇസ്ലാമിൽ 3-ാമതായി പ്രവേശിച്ച വ്യക്തിയായിരുന്നു ആര്?
ഇങ്ങനെയുള്ള ഓപ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. കാരണം കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ നമുക്ക് മാക്സിമം വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഏകദേശം 2-3 പരീക്ഷയിൽ ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. നോക്കണം, സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പാടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇസ്ലാമിൽ 3ാമതായി പ്രവേശിച്ച വ്യക്തിയായിരുന്നു സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ഇനി ഇതൊരിക്കലും തെറ്റിപ്പോവരുത്, തെറ്റിപ്പോവരുത്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ 3ാമതായി പ്രവേശിച്ച വ്യക്തിയാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹുവിന്റെ ഭാര്യ ആത്തിക്കയുടെ സഹോദരൻ കൂടിയാണ് ആര്? നമുക്ക് നോക്കിയേക്കാം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആത്തിക്ക എന്നവരുടെ സഹോദരൻ കൂടിയാണ് ആര്? ആ ഒരു പാഠം നമുക്ക് ഏത് പാഠത്തിലാണ് വരുന്നത് നമുക്കൊന്ന് നോക്കിയേക്കാം. അതായത് സയ്യിദ് റളിയല്ലാഹുവിന്റെ പാഠം എടുത്ത് നോക്കുകയാണെങ്കിൽ ഉമർ റളിയല്ലാഹുവിന്റെ സഹോദരിയുടെ ഭർത്താവ് ആരായിരുന്നു എന്നറിയാമോ? അദ്ദേഹമാണ് സയ്യിദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. ഈ ഇവിടെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹവുമായി മറ്റൊരു ബന്ധം കൂടിയുണ്ട്. ആ ഒരു ബന്ധം എന്താ? ഉമർ റളിയല്ലാഹുവിന്റെ ഭാര്യ ആത്തിക്ക റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ കൂടിയാണ് സയ്യിദ് റളിയല്ലാഹു അൻഹു. ആത്തിക്ക റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ, അതായത് ഉമർ റളിയല്ലാഹുവിന്റെ ഭാര്യ അല്ലേ, ഉമർ റളിയല്ലാഹുവിന്റെ വൈഫ് ആരാ? ആത്തിക്ക ബീവി റളിയല്ലാഹു അൻഹ. ആത്തിക്ക ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ കൂടിയാണ് സയ്യിദ് റളിയല്ലാഹു അൻഹു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ആരേതാം കൂടിയാണ് സയ്യിദ് റളിയല്ലാഹു അൻഹു. ഓക്കെ, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹുവിന്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ള അടുത്ത ചോദ്യം. ആ ചോദ്യത്തിന് നമുക്ക് ഇവിടെ നോക്കിയിട്ട് സിമ്പിളായിട്ട് മറുപടി കണ്ടെത്താം. സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു ഉണ്ട്. സുബൈർ റളിയല്ലാഹു അൻഹു ഖബർ എവിടെ സ്ഥിതി ചെയ്യുന്നത്? ബസറയിലാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അവിടെ സിമ്പിളായിട്ട് അവിടെ എഴുതാം ബസറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറയാം. ഇവിടെ ജന്നത്തുൽ ബഖയിൽ മറവ് ചെയ്യപ്പെട്ട സ്വഹാബികളുടെ ആ ലിസ്റ്റ് ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കണേ. ആരൊക്കെയാണ് ജന്നത്തുൽ ബഖയിൽ മറവ് ചെയ്ത സ്വഹാബികൾ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കിയേക്കാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു അൻഹു, സഈദ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. ഈ 4 പേരും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം കേട്ടോ. അതായത് നമ്മുടെ ജന്നത്തുൽ ബഖയിൽ മറവ് ചെയ്യപ്പെട്ട സ്വഹാബികൾ ആരൊക്കെയാണെന്നുള്ളതെന്ന് അതിൻ്റെ ലിസ്റ്റ് ഒന്ന് നോക്കി വെക്കുന്നത് വളരെയധികം നല്ലതാണ്. ഓക്കെ, നെക്സ്റ്റ് പേജ് നമുക്ക് ചർച്ച ചെയ്യാം. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വഫാത്ത് ആയത് എവിടെ വെച്ചാണ്? ആര്? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അപ്പൊ നമുക്ക് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ടുള്ള പാഠം നമുക്ക് നോക്കിയേക്കാം. പിതാവിനും വിശ്വാസത്തിനും ഇടയിൽ അല്ലേ? ഈ പാഠത്തില് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് പറയുന്നുണ്ട്? സ്വന്തം പിതാവിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ബദർ യുദ്ധത്തിൽ വെട്ടിക്കൊന്ന, അതായത് ബദർ യുദ്ധത്തിൽ കൊലപ്പെടുത്തിയ സ്വഹാബിയാണ് ആര്? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അവിടെ അള്ളാഹു ആണ് ഏറ്റവും വലുത് എന്നുള്ള ഒരൊറ്റ കാരണത്താല്. അപ്പൊ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അവിടെ നമ്മുടെ ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വഫാത്തായത് എവിടെ വെച്ചാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കി, ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് ഷാമിലേക്ക് പടർന്നു പിടിച്ച പ്ലേഗ് രോഗം അതിനെ തുടർന്ന് ഹിജറ 18 ജോർഡാനിലെ ബൈസാനിൽ വെച്ച് അദ്ദേഹം വഫാത്തായി. ജോർഡാനിലെ ബൈസാന്. പിന്നെ വേറൊരു കാര്യം, അപ്പോൾ ഈ സ്ഥലം മനസ്സിലാക്കിക്കണേ, ജോർഡാനിലെ ബൈസാനിൽ വെച്ച് അദ്ദേഹം വഫാത്തായി. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ വിശേഷിപ്പിക്കുന്ന പേര് അമീനു ഹാദിയിൽ ഉമ്മ. ഇതും കൂടി മനസ്സിലാക്കണം കേട്ടോ. ആരാ? ഈ ഉമ്മത്തിലെ എൻ്റെ വിശ്വസ സഹചാരി. അതും കൂടി മനസ്സിലാക്കണം. ആരാണ്? അപ്പൊ അമീനു ഹാദിയിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ വിശ്വസൻ ആരാണ് എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എന്നുള്ളത് എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ജോർഡാനിലെ ബൈസാനിൽ കേട്ടോ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന് മദീനയിൽ ലഭിച്ച അൻസാരി സഹോദരൻ ആരായിരുന്നു? ആര്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന് മദീനയിൽ ലഭിച്ച
അൻസാരി സ്വഹാബി ആരായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത പാഠം നോക്കിയേക്കാം. ഈ പാഠത്തിന്റെ അടുത്ത ഉദാരമതി എന്നുള്ള അബ്ദുറഹ്മാൻ ബിൻ ഔഫുവിന് മദീനയിൽ ലഭിച്ച അൻസാരി സഹോദരൻ സഅദ് ബിൻ റബീ റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ റബീ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഓക്കെ, അപ്പോൾ സഅദ് ബിൻ റബീ റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ റബീ റളിയല്ലാഹു അൻഹു. അൽ ഖിലാഫത്തു റാഷിദയുടെ ഭരണകാലം ഏത് മുതൽ ഏത് വരെയാണ്? ഇവിടെ നമുക്ക് ആ പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള കാര്യം, ഈ പാഠം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ പഠിക്കാനുള്ളത് ഇസ്ലാമിക് ഖിലാഫത്ത് എന്നാണ്. അപ്പം നമുക്ക് ആദ്യം പ്രധാനപ്പെട്ട ഈ പാഠത്തിൽ മനസ്സിലാക്കാനുള്ള കാരണം ഈ ഒരു ഭാഗം നോക്കാം. ഇസ്ലാമിക ഖിലാഫത്ത് 4 ഘട്ടമാണ്. 1 അൽ ഖിലാഫത്തു റാഷിദ, 2 അൽ അമവിയ, 3 അൽ അബ്ബാസിയ, 4 അൽ ഉസ്മാനിയ. ഈ 4 ഘട്ടങ്ങളും എവിടുന്ന് തൊട്ട് ഏത് വരെയൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. അതിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ ആരൊക്കെയാണെന്നുള്ളത് നോക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. നമുക്കിവിടെ ചോദിച്ച ചോദ്യം എന്താണ്? ഖിലാഫത്ത് റാഷിദ എവിടുന്ന് തൊട്ട് ഏത് വരെയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ എന്നാൽ ഹിജറ 30 നമ്മുടെ ഇവിടെ പറയുന്നുണ്ട് ഇസ്ലാമിക ഖിലാഫത്തിനെ പ്രധാനമായി 4 ഘട്ടമായി തിരഞ്ഞെടുക്കാം. അതിൽ ഒന്നാമത്തതിൽ ഖിലാഫത്ത് റാഷിദ, ഹിജറ 11 മുതൽ 40 വരെയാണ് ഇവരുടെ കാലം. അതിലുള്ള ആളുകൾ ആരൊക്കെയായിരുന്നു? അബൂബക്കർ, ഉസ്മാൻ, അലി, ഉമർ റളിയല്ലാഹു അൻഹും. എല്ലാവരും കൂടി ഒരു പേരിൽ പറയാം. അപ്പോൾ അവരാണ് എന്ത് ചെയ്തത്? 11 മുതൽ 40 വരെ. അപ്പം നമുക്കിവിടെ ക്വസ്റ്റ്യൻ എന്താ? കാലം ഏത് മുതൽ ഏത് വരെയാണ്? 11 മുതൽ 40 വരെ. ഓക്കെ. മുഗൾ ഭരണകൂടത്തിന്റെ സ്ഥാപകൻ ആരാണ്? മുഗൾ ഭരണകൂടത്തിന്റെ സ്ഥാപകൻ. അപ്പം നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള പാഠം ഏത് പാഠത്തിലാണ് വരുന്നത്? നെക്സ്റ്റ് പാഠം എടുത്ത് നോക്കി. ഇന്ത്യയിലെ മുസ്ലിം ഭരണകൂടങ്ങൾ. ഇതിലിങ്ങനെ പറഞ്ഞ് പോയിട്ടും വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടാകും. ഇതിൻ്റെ മുഗൾ ഭരണകൂടം സ്ഥാപകമായത് എന്നാന്നുള്ളത് ചോദിക്കട്ടോ. ക്രിസ്താബ്ദം 1001 മുതൽ 1757 വരെയുള്ള 856 വർഷങ്ങൾ, 1857 വരെയുള്ള 856 വർഷങ്ങളാണ് ഇന്ത്യയുടെ പ്രധാന ഭാഗങ്ങൾ ഭരിച്ചത്. ഡൽഹി ആയിരുന്നു തലസ്ഥാനം. അപ്പോൾ ഇവിടെ നമുക്കുള്ളത് അതിൻ്റെ ഭരണകൂടത്തിൻ്റെ സ്ഥാപകനാരാണ്? ലൊഹീറുദ്ദീൻ ബാബർ ഷാ ആണ് ഈ ഭരണകൂടത്തിൻ്റെ സ്ഥാപകൻ. ലൊഹീറുദ്ദീൻ ബാബർ ഷാ. അപ്പം നമുക്ക് നോക്കിയേക്കാം. ലൊഹീറുദ്ദീൻ ബാബർ ഷാ, ലൊഹീറുദ്ദീൻ ബാബർ ഷാ. ഓക്കെ. ചേരമാൻ പെരുമാൾ ഇസ്ലാം സ്വീകരിച്ചതോടെ ഏത് പേരായിരുന്നു സ്വീകരിച്ചത്? ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ചേരമാൻ പെരുമാൾ ഏത് പേരാ സ്വീകരിച്ചത്? സിമ്പിളാണ്. അടുത്ത പാഠത്തിൽ ആ ഫസ്റ്റ് തന്നെ ആ പേരുണ്ടാകും. കണ്ട, ഇസ്ലാം മത പ്രബോധനം ചെയ്യുന്നതിനായിട്ട് താജുദ്ദീൻ എന്നായിരുന്നു ചേരമാൻ പെരുമാളിന്റെ പുതിയ പേര്. താജുദ്ദീൻ എന്നായിരുന്നു ചേരമാൻ പെരുമാളിന്റെ പുതിയ പേര് റളിയല്ലാഹു അൻഹു. ഇസ്ലാം മതം സ്വീകരിച്ചതല്ലേ? നമ്മുടെ റസൂലിനെയൊക്കെ നേരിട്ട് കണ്ടതല്ലേ? റസൂലിന്റെ കയ്യിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ചതല്ലേ? അപ്പോൾ മാഷാ അല്ലാഹ് സ്വഹാബി ആയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എന്താണ്? താജുദ്ദീൻ എന്നാണ് പുതിയ പേര് റളിയല്ലാഹു അൻഹു. അപ്പോൾ നോക്കാം അടുത്തത്. അപ്പോൾ ഇവിടെ നമുക്ക് താജുദ്ദീൻ. ഓക്കെ. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കിയേക്കാം. 2 വീതം എഴുതുക. മഖ്ദൂം ഒന്നാമൻ്റെ രചനകൾ. അപ്പോൾ ആദ്യം മഖ്ദൂം ഒന്നാമൻ്റെ രചനകൾ ഏതൊക്കെയെന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഇസ്ലാം കേരളത്തിൽ നിന്നുള്ള പാഠത്തിലല്ല അത് വരുന്നത്. ഉലമാക്കളുടെ പ്രബോധനം കഴിഞ്ഞിട്ട് മഖ്ദൂം ഒന്നാമൻ എന്നുള്ള ഈ പാഠം ഉണ്ടല്ലോ, ഈ പാഠത്തിൽ അടിയിൽ ഇങ്ങോട്ട് നോക്കി. മുർഷിദ് തുല്ലാബ്, സിറാജുൽ കുലൂബ്, ഷംസുൽ ഹുദ, കിതാബുൽ അദ്കിയ, ഇർഷാദുൽ ഖാസിദീൻ, തഹ്രീലുൽ ഈമാൻ, കിഫായത്തുൽ ഫറാഇൽ, അതേപോലെ തന്നെ കിതാബ് സഫാ മിന ഷിഫ, തസ്ഖീലുൽ കാഫിയത്ത് തുടങ്ങിയവയിൽപ്പെട്ടതാണ്. എല്ലാം പാടെ പഠിച്ചാൻ പറ്റിയിട്ടില്ലെങ്കിലേ ഒരു 3-4 ഒക്കെ പഠിച്ചേക്കുക. ഒരു 3-4 അപ്പോൾ ഏതെങ്കിലുമൊക്കെ സിമ്പിളായിട്ടുള്ളതൊന്നും പഠിച്ചേക്കാം കേട്ടോ. ഇതാണ് എന്തായാലും മഖ്ദൂം ഒന്നാമൻ്റെ രചനകൾ. അതാണ്. ഇനി ചേരമാൻ പെരുമാളിൻ്റെ സംഘത്തിലുണ്ടായിരുന്ന പ്രമുഖർ. ചേരമാൻ പെരുമാളിൻ്റെ സംഘത്തിലുണ്ടായിരുന്ന പ്രമുഖർ. തിരിച്ചു വരുന്ന സമയത്തേ നമുക്ക് ആ 3 ആളുകളെ അറിയില്ലേ? ചേരമാൻ പെരുമാൾ എന്ത് ചെയ്യാണ്? അവിടുന്ന് തിരിച്ച് പോരുമ്പോൾ
കേരളത്തിൽ ഇസ്ലാം. മാലിക് ബിനു ഹബീബും കുടുംബവും കൊല്ലത്തേക്ക് പോവുകയും ഇതവിടെ ചേരമാൻ പെരുമാളിന്റെ കൂടെ ഉണ്ടായിരുന്ന സംഘം നേരെ വന്നത് കൊടുങ്ങലിലേക്ക് ആയിരുന്നു. ആരാണ് ആ സംഘത്തിലുള്ള ആൾക്കാർ? മാലിക് ബിൻ ദീനാർ, ഷറഫ് ബിൻ മാലിക്, മാലിക് ബിൻ ഹബീബ്. ഈ മൂന്ന് ആളുകളിൽ റളിയല്ലാഹു അൻഹും. ഇവരിൽ നിന്ന് രണ്ടാൾക്കാരെ എഴുതിയാൽ മതി, ഏതെങ്കിലും രണ്ടാൾക്കാരെ. അപ്പൊ രണ്ടാൾക്കാരെ അവിടെ എഴുതാം. ഇസ്ലാം കേരളത്തിന് നൽകിയ സാമൂഹിക ഗുണങ്ങൾ എന്തെല്ലാം എന്നാണ് അടുത്ത ചോദ്യം. ഇതാ, കേരളത്തിൽ എന്ത് ചെയ്തു? ഇസ്ലാം വ്യാപിച്ചു. കേരളത്തിലേക്ക് ഇസ്ലാം എന്നുള്ള പാഠത്തിൽ നമുക്ക് ഇവിടെ അങ്ങനെ നോക്കിയാൽ മതി. ഇതാ, നബിയുടെ കാലത്ത് തന്നെ ഇസ്ലാം കേരളത്തിൽ എത്തി എന്നതിന് ഇത് തെളിവാകുന്നു. മാന്യമായ വേഷവിധാനം 1, മഹത്തായ ജീവിതശൈലി 2, എല്ലാതരം ജനങ്ങളെയും സ്നേഹിക്കാനുള്ള കഴിവ് 3 തുടങ്ങി ധാരാളം സാമൂഹിക ഗുണങ്ങൾ ഇസ്ലാം കേരളത്തിന് നൽകി. 3 അവിടെ പറയുന്നുണ്ട്, 2 എഴുതിയാൽ മതി. മാന്യമായ വേഷവിധാനം, മഹത്തായ ജീവിതശൈലി, എല്ലാതരം ജനങ്ങളെ സ്നേഹിക്കുവാനുള്ള കഴിവ്. അപ്പോൾ അതാണ് എന്ത് ചെയ്തത്? ഇസ്ലാം കേരളത്തിന് നൽകിയ സാമൂഹിക ഗുണങ്ങൾ. ഇനി അടുത്തത് ഔറംഗസീബ് ആലംഗീരിയുടെ വ്യക്തിഗുണങ്ങൾ. ഔറംഗസീബ് ആലംഗീരിയുടെ വ്യക്തിഗുണങ്ങൾ റളിയല്ലാഹു അൻഹു ആരാണ്? നമുക്ക് നോക്കിയേക്കാം. നമ്മുടെ 13ാമത്തെ പാഠത്തിലെ ഇന്ത്യയിൽ ഇസ്ലാമിൻ്റെ വ്യാപനം എന്നുള്ള പാഠം എടുത്ത് നോക്കിയാൽ മതി. അതിലുണ്ട് എന്ത്? ഔറംഗസീബിനെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇന്ത്യയിലെ മുസ്ലിം ഭരണാധികാരികളിൽ സൂഫികളും ആലിമുകളും ഉണ്ടായിരുന്നു. അവരിൽ ഒരാളാണ് ആര്? ഔറംഗസീബ് ആലംഗീരി. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത കണ്ടോട്ടോ. സമയമായാൽ ഉടൻ നിസ്കരിക്കുക, ഉളു മുറിയാതെ സൂക്ഷിക്കുക, റമദാനിലെ രാവുകളിൽ തറാവി കൊണ്ട് ഹയാത്താക്കുക, തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുക തുടങ്ങി ഉന്നതമായ ജീവിത ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 വളരെ സിമ്പിളായിട്ടുള്ള 2 എഴുതുക. സമയമായാൽ ഉടൻ നിസ്കരിക്കുക, ഉളു മുറിയാതെ സൂക്ഷിക്കുക എന്നുള്ളതൊക്കെ തന്നെ എഴുതിയാൽ നല്ല മാർക്ക് കിട്ടും. എന്തായാലും ബഹുമാനപ്പെട്ടവരുടെ ആ ഒരു 2 വ്യക്തിഗുണങ്ങൾ അവിടെ എഴുതാം. അപ്പോൾ അതും ഓക്കെ ആയി. ഇനി അടുത്തതാണ് വ്യക്തമാക്കാം. താഴെ പറയുന്നവരുടെ കുടുംബം വ്യക്തമാക്കാം. അലി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം ഏതാ? അബൂ ഉബൈദ റളിയല്ലാഹുവിന്റെ കുടുംബം, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ, സുബൈർ റളിയല്ലാഹുവിന്റെ, തുൽഹ റളിയല്ലാഹുവിന്റെ കുടുംബം ഏതാ എന്നുള്ളത് വ്യക്തമാക്കാം. അപ്പം നമുക്ക് നോക്കി, ഈ ഒരു പാടാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. കുടുംബം. ഫസ്റ്റ് നമുക്ക് അലി റളിയല്ലാഹുവിന്റെ കുടുംബം ബനു ഹാഷിം അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം. അലി റളിയല്ലാഹുവിന്റെ ഏതാണ്? ബനു ഹാഷിം. അബൂ ഉബൈദ റളിയല്ലാഹുവിന്റെ കുടുംബം ഏതാണ്? അബൂ ഉബൈദ റളിയല്ലാഹുവിന്റെ ബനു ഫിഹർ. അപ്പോൾ ബനു ഫിഹർ. ഇനി അടുത്തത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കുടുംബം ബനു ഉമയ്യ. ബനു ഉമയ്യ. അടുത്തത് സുബൈർ റളിയല്ലാഹുവിന്റെ കുടുംബം ബനു അസദ്. കണ്ടോ, ഒക്കെ ഒരു വെറൈറ്റി, ഒക്കെ വെവ്വേറെ, ഒരേപോലുള്ള ഒന്നും കൊടുത്തിട്ടില്ല. അടുത്തത് ത്വൽഹ റളിയല്ലാഹുവിന്റെ കുടുംബം ബനു തൈം. കണ്ടോ, ബനു തൈം. കണ്ടോ, അപ്പോൾ കണ്ടോ, എല്ലാം വ്യത്യസ്തമാണ്, ഒരേപോലുള്ള ആദ്യം കൊടുത്തിട്ടില്ല. ബനു ഹാഷിം, ബനു ഫിർ, ബനു ഉമയ്യ, ബനു അസദ്, ബനു തൈം. കണ്ടോ, അപ്പോൾ ഈ ഒരു പേരുകളും നിർബന്ധമായിട്ട് ആ പട്ടിക നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. ഇനി നമുക്ക് ഇതിപ്പോൾ പഠിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും പൊതുപരീക്ഷയ്ക്ക് നിങ്ങളത് പഠിക്കേണ്ട രീതി എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, 2 ആൾക്കാരുടെ ഒരു ദിവസം പഠിക്കുക, 2 ആൾക്കാരുടെ വീണ്ടും 2 ആൾക്കാരുടെ അടുത്ത ദിവസം വീണ്ടും 2 ആൾക്കാർ. അപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ തലേ ദിവസം പഠിച്ചാൽ റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ എന്ത് ചെയ്യുക, ഇത് മൊത്തത്തിലൊന്ന് പഠിക്കുക, നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യമാണ്. കാരണം ഇത് പഠിക്കണോടുകൂടെ നമുക്ക് എന്ത് ചെയ്യണം, ബാക്കിയുള്ളതൊക്കെ റിവീലായി മാറും. ബാക്കിയുള്ള പാഠത്തിൻ്റെ ഒരു ഷോർട്ട് സമ്മറി അല്ലേ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയേക്കാം. താരിഖ്. ചേരമാൻ പെരുമാൾ ഷാജഹാനാണോ, താജുദ്ദീനാണോ, താജ്മഹലാണോ, അലിത്തൊബുരിയാണോ, ഭരണകൂടമാണോ, ഇമാം സുഹ്റവർദി, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്? ഇത് തന്നെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ. നമ്മൾ ഓൾറെഡി കാണിച്ചു തന്നു, താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ചു എന്നുള്ള പുതിയ നാമം താജുദ്ദീൻ റളിയല്ലാഹു അൻഹു എന്നാണ് നമ്മൾ പറഞ്ഞു. റിഹ്ലത്തുൽ മുലൂക്ക് ആരുടെ? നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ചർച്ച ചെയ്തു. ആര്?
ഇമാം സുഹ്റവർദി ഉണ്ട്, അലി തൊബരി അവിടെ ദാ രണ്ട് പേരുണ്ട്. റിഹ്ലത്തുൽ മുലൂക്ക് ആരുടെയാണ്? ഫിർദൗസുൽ ഹിക്മ ആരുടെ എന്ന് പറഞ്ഞോക്കെ? പറയും. അപ്പോ റിഹ്ലത്തുൽ മുലൂക്ക് എന്നുള്ളത് അലി തൊബരിയുടെ റിഹ്ലത്തുൽ മുലൂക്കും ഇമാം സുഹ്റവർദിയുടെ ഫിർദൗസുൽ ഹിക്മയും അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? നോക്കിയേക്കാം, ഇനി സംശയം വരുത്തണ്ട. ഓക്കെ. എന്താ നോക്കിയേക്കാം, ദാ ഇമാം സുഹ്റവർദിയുടെ റിഹ്ലത്തുൽ മുലൂക്കും അലി തൊബരിയുടെ ഫിർദൗസുൽ ഹിക്മയും. യെസ്. അപ്പോൾ ഇമാം സുഹ്റവർദിയുടെ റിഹ്ലത്തുൽ മുലൂക്ക് എവിടെ? ദാ ഇമാം സുഹ്റവർദി അല്ലേ? അലി തൊബരിയുടെ ഫിർദൗസുൽ ഹിക്മ, അലി തൊബരി. അപ്പോൾ ഇത് രണ്ടും നിർബന്ധമായിട്ടൊന്ന് പഠിച്ചേക്കണേ. കണ്ട, കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ചോദിച്ചു. ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് ഏതാ? താജ്മഹൽ. നമുക്കറിയാലോ അല്ലേ? താജ് മഹൽ. മുഗൾ ചക്രവർത്തി, ഈ കൂട്ടത്തിൽ ഒരു മുഗൾ ചക്രവർത്തി ഉണ്ട്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു സ്വഹാബിയാണ്. അപ്പൊ ഇതും കഴിഞ്ഞു അല്ലേ? ഇനിയിപ്പോൾ ഷാജഹാനും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഭരണകൂടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷാജഹാൻ അല്ലേ? നമുക്കറിയാം, ഷാ ജഹാൻ. ഇനി അടുത്തത് ഗസ്നവിയ. ഇനി അത് കാണിച്ചു തരാം. ഇതാ നമ്മൾ ആ 11ാമത്തെ പാഠം ഒന്ന് എടുത്തു നോക്കി. അസ്നവിയ എന്താന്ന് കാണിച്ചു തരണ്ടേ? അസ്നവിയ മുതൽ മുഗൾ വരെയുള്ള ഈ ഭരണകൂടങ്ങൾ ക്രിസ്താബ്ദം. കണ്ടോ, അസ്നവിയ പറഞ്ഞൊരു ഭരണകൂടാണ്. അപ്പോൾ അതാണ് അസ്നവിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഭരണകൂടം. കണ്ടോ, ഈ ഭരണകൂടം. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനലി അഷറത്തുൽ മുബശ്ശറയിൽ പെട്ടവരാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. നിങ്ങളെ ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ വരുന്ന സമയത്ത് ഫുള്ള് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രമേ എഴുതാൻ തുടങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി ഫസ്റ്റ് ആൻസർ കണ്ടപ്പോൾ തന്നെ കോൺഫിഡൻ്റ് ആണെങ്കിൽ എഴുതിക്കോളും, കുഴപ്പമില്ല. എങ്കിൽ പോലും ഒന്ന് വായിച്ച് നോക്കണത് വളരെ നല്ലതാണ്. നമുക്ക് ടൈം ഉണ്ടല്ലോ. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത പേജ് നോക്കിയേക്കാം. പ്രമുഖ അമവി ഭരണാധികാരികൾ. അമവിയ നമുക്ക് പറഞ്ഞ ഇസ്ലാമിൻ്റെ ഖിലാഫത്ത് 4 ഘട്ടമാണ്. ഖുലഫാഉർ റാഷിദ, അമവിയ, അബ്ബാസിയ, ഉസ്മാനിയ എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ അമവിയ ഘട്ടത്തിനെ കുറിച്ചിട്ടാണ്, അതിലെ പ്രധാനപ്പെട്ട ഭരണാധികാരിയെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. കണ്ടോ, രണ്ടാമത്തേത് അമവിയ ഖിലാഫത്തിൻ്റെ ഘട്ടമാണ്. ഇതിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ മുആവിയത്ത് ബിൻ അബി സുഫിയാൻ, ഉമർ ബിൻ അബ്ദുൽ അസീസ്, അബ്ദുൽ മലിക് ബിൻ മർവാൻ തുടങ്ങി പ്രമുഖ അമവി ഭരണാധികാരികളായിരുന്നു. കണ്ടോ, ഇതിൽ 2 ആൾക്കാർ ആരെങ്കിലും എഴുതാം. മുആവിയ റളിയല്ലാഹു അൻഹും ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒക്കെ പ്രമുഖരാണ്. അവരെ പേര് എഴുതിക്കൊള്ളി. ഔറംഗസീബ് ആലംഗീരിയുടെ വ്യക്തിഗുണങ്ങൾ. സമയമായാൽ ഉടൻ നിസ്കരിക്കുക, ഉളൂ മുറിയാതെ സൂക്ഷിക്കുക. ഞാനത് ഒരു വട്ടം കാണിച്ചു തന്നതാണ് അല്ലേ? മുഗൾ ഭരണകൂടം രാജ്യത്തിനുണ്ടാക്കിയ നേട്ടങ്ങൾ, അത് നമ്മൾ ശരിക്കൊന്ന് നോക്കണം. മുഗൾ ഭരണകൂടം രാജ്യത്തിനുണ്ടാക്കിയ നേട്ടങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നമ്മൾ ശരിക്കൊന്ന് നോക്കിയേ പറ്റുള്ളൂ. നമുക്ക് നോക്കിയേക്കാം. ഏതേ നമ്മൾക്ക് 11ാമത്തെ പാഠം എടുക്കാം. മുഗൾ ഷാജഹാൻ, ഔറംഗസീബ്, ആലംഗീരി, ഹുമയൂൺ, അക്ബർ തുടങ്ങിയ ഭരണാധികാരികൾ മുഗൾ ഭരണകൂടത്തിൽപ്പെട്ടവരാണ്. കണ്ടോ, രാജ്യത്തിന് പല നേട്ടങ്ങളും വികസനങ്ങളും ഇവർ ഉണ്ടാക്കി. സ്വന്തമായ നാണയം, തപാൽ വകുപ്പ്, റോഡുകളും പാലങ്ങളും, ആതുരാലയങ്ങൾ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ മുതലായവ അതിൽപ്പെടുന്നതാണ്. അപ്പൊ രാജ്യത്തിന് നൽകിയ ഒരുപാട് എന്താണ് സേവനങ്ങളാണ്, അതായത് വികസനങ്ങളാണ്, നേട്ടങ്ങളാണ്. തപാൽ വകുപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പോസ്റ്റ് ഓഫീസ്, പോസ്റ്റും പരിപാടി. അപ്പൊ അതൊക്കെ അവരാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് 2 ഏതൊക്കെ എഴുതാം കേട്ടോ. ഉത്തരം എഴുതാം. അബ്ബാസികൾ ആരുടെ വംശപരമ്പരയാണ്? അബ്ബാസികൾ റളിയല്ലാഹു അൻഹുവിന്റെ വംശപരമ്പരയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇസ്ലാമിക് ഖിലാഫത്തിൽ പറയുന്നുണ്ട്. ഈ ഭാഗത്തൊന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കിയേക്കൂ. ഇതാണോ 3ാമത്തെ ഘട്ടം അബ്ബാസി ഖിലാഫത്തിന്റെ ഘട്ടമാണ്. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലുള്ളവരാണ് അബ്ബാസി ഖലീഫമാർ. കണ്ടോ, ഇവിടെയാണ് അതിന്റെ ആൻസർ വരുന്നത്. അപ്പോൾ അബ്ബാസി പരമ്പര എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്
റളിയല്ലാഹുവിന്റെ പരമ്പരയുള്ളവരാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയേക്കാം. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹുവിന്റെ കുടുംബം ഏതാണ്? സുബൈർ റളിയല്ലാഹുവിന്റെ കുടുംബം ഏതാണെന്നുള്ളത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു, ഒരു വട്ടം നോക്കി. ഏതാ സുബൈർ റളിയല്ലാഹുവിന്റെ കുടുംബം ഏതാണ്? ബനു അസദ്, ബനു അസദ് കുടുംബമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുടുംബം ബനു അസദ്. ആ കള്ളി ഒന്ന് പഠിച്ചു വെക്കണേ, ഇപ്പോഴും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാണ്. സയ്യിദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു വഫാത്തായ ഹിജറ വർഷം ഏതാണ്? സയ്യിദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. ഇതാ സയ്യിദ് റളിയല്ലാഹു അൻഹു ഹിജറ 51-ലാണ് വഫാത്താവണത്. കണ്ടോ? അപ്പോൾ ഹിജറ വർഷം ഏത്? ഹിജറ 51-ലാണ് ബഹുമാനപ്പെട്ടവർ വഫാത്താവുന്നത്. ഇസ്ലാമിൽ മൂന്നാമതായി പ്രവേശിച്ച വ്യക്തി ആരാണ്? അല്ലാഹ് പറയും ആരാ? സഅദ് ബിനു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. പിന്നെ മക്കളെ എല്ലാവരും ഉഷാറന്നല്ലേ? നാളെ പരീക്ഷ കേട്ടോ. നമ്മളിപ്പോൾ നല്ല ഉഷാറായിട്ട് തന്നെ ഇരുന്നേ പറ്റൂ. നല്ല അടിപൊളിയായിട്ട് ഇരുന്നാണ്. ഒന്ന് ഉഷാറായി കാണി. ഒന്ന് കാലൊക്കെ നിവർത്തി ഒന്ന് ഒരു ഇരിക്കുന്ന സ്ഥലത്ത് നോക്കി നീച്ച് ഉസ്താദേ ഇനി ഇങ്ങനെ വാമാവട്ടെ, ഇങ്ങനെ വാമായി കളി. കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലേ ചിലപ്പോൾ ഉറക്കമൊക്കെ വരും, ചിലപ്പോൾ ഇങ്ങനെ ചടപ്പൊക്കെ ഇങ്ങനെ തോന്നും. അപ്പോൾ ഒന്നുകൊണ്ട് നീച്ച് ഉഷാറായി കാണി. 1-2 ചാട്ടൊക്കെ ചാടി കഴിഞ്ഞാൽ അടിപൊളിയാകും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കിയേക്കാം. നോക്കല്ലേ? ഇനി ഇരുന്നോളി കേട്ടോ. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട യുദ്ധം ഏതാണ്? നമുക്കറിയാം ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട യുദ്ധം ഏതാ? നമ്മൾ ഒരു വട്ടം നോക്കി. ഏതാ? കർബല യുദ്ധം അല്ലേ? ആമുൽ ജമാഅയുടെ ഹിജറ വർഷം, ഏതാണ്? ആമുൽ ജമാഅ നോക്കിയേക്കാം. ഇവിടെ നമുക്ക് രണ്ടാമത്തെ പാഠം ഉണ്ട്, അല്ല ഒന്നാമത്തെ പാഠത്തിലുണ്ട്. എന്ത്? ആമുൽ ജമാഅ, ഐക്യവർഷം. ഹിജറ 40-ലായിരുന്നു ഇത്. ഈ വർഷം ആമുൽ ജമാ ഐക്യവർഷം എന്നറിയപ്പെടുന്നു. ആമുൽ ജമാന്റെ അർത്ഥം ഐക്യവർഷം കേട്ടോ. ഹിജറ 40-ലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആൻസർ ചെയ്യേണ്ടത് ഹിജറ 40 കേട്ടോ. ഹിജറ 40-ാം വർഷം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഇത് നോക്കുകയാണെങ്കിൽ, അബൂ ഉബൈദ റളിയല്ലാഹുവിന്റെ കുടുംബം. അബൂ ഉബൈദ റളിയല്ലാഹുവിന്റെ കുടുംബം ഏതാണ്? അബൂ ഉബൈദ റളിയല്ലാഹുവിന്റെ കുടുംബം ഏതാണ്? നോക്കി അബൂ ഉബൈദ റളിയല്ലാഹുവിന്റെ കുടുംബം ബനു ഫിഹിർ. കണ്ടോ? ഇടക്കും തലക്കും ഓരോരുത്തരുടെ കുടുംബം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുടുംബ ബന്ധം ഒന്നും ഇങ്ങനെ പഠിച്ചു വെക്കണില്ലേ, മറക്കരുതേ. അപ്പോൾ ഏതാണ്? ബനു ഫിഹർ. ഓക്കെ. ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് കൂഫയിലെ ഗവർണർ ആരാണ്? ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് കൂഫയിലെ ഗവർണർ. നമുക്ക് ആ പാഠം നോക്കിയേക്കാം. ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് കൂഫയിലെ ഗവർണറായിട്ടുള്ളത് നമ്മളെ സയ്യിദ് റളിയല്ലാഹുവിന്റെ പാടാണെന്നുള്ളത് ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് കൂഫയിലെ ഗവർണറായിട്ട് ആരായിരുന്നു ഉണ്ടായിരുന്നത്? ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് കൂഫയിൽ ഗവർണറായിരുന്നു അദ്ദേഹം. ആരാണ് അദ്ദേഹം ആരാണ്? ഇതാ നോക്കി, സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു. ഇവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നേ. അപ്പോൾ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു ആണ് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് കൂഫയിലെ ഗവർണറായിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താണ് പിന്നെ സഅദ് റളിയല്ലാഹു അൻഹു വഫാത്താവുന്ന രീതി, അതായത് ഏറ്റവും മുഹാജിറുകളിൽ ഏറ്റവും അവസാനം വഫാത്തായ ഒരു സ്വഹാബി കൂടിയാണ് ആര്? സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു. മാത്രമല്ല ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ കൂഫയിലെ ഗവർണറായിരുന്നു അദ്ദേഹം.
പിന്നെ അദ്ദേഹത്തിൻ്റെ കീഴിൽ നടന്ന ഒരു യുദ്ധമാണ്, വിജയമാണ് മദാഇൻ വിജയം. ഇതൊക്കെ ശരിക്കും ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ, അതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റാണ്. 80 കൊല്ലത്തിലധികം ജീവിച്ച അദ്ദേഹത്തിൻ്റെ മരണം മദീനയുടെ പുറത്ത് വെച്ചായിരുന്നു. കണ്ടോ, മദീനയുടെ പുറത്ത് വെച്ചായിരുന്നു ആ ഒരു എന്തുണ്ടായിരുന്നത്, വഫാത്ത്, മരണം ഉണ്ടായത്, സംഭവിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, സുബൈർ റളിയല്ലാഹുവിൻ്റെ മാതാവ്, സുബൈർ റളിയല്ലാഹുവിൻ്റെ മാതാവ് ആരാണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സുബൈർ റളിയല്ലാഹുവിൻ്റെ മാതാവ്. അപ്പം നമുക്ക് സുബൈർ റളിയല്ലാഹുവിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കിയേക്കാം. ആരാണ്? ഒരു പ്രാർത്ഥനയുടെ ഫലം അല്ല, വാശിയെ തോൽപ്പിച്ച വിശ്വാസം. സ്വർഗം ഉറപ്പാക്കിയ മഹാൻ, അത് ത്വൽഹാ റളിയല്ലാഹുവിനെ കുറിച്ചിട്ടാണ്. അതേപോലെ തന്നെ പിതാവിനും വിശ്വാസത്തിനും ഇടയിൽ എന്നുള്ളത് അബൂ ഉബൈദ റളിയല്ലാഹുവിനെ കുറിച്ച്, ആമിർ ഇബ്നു ജർറാഹ് റളിയല്ലാഹുവിനെ കുറിച്ചിട്ടാണ്. ഉദാരമതി എന്നുള്ളത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കിതിൽ സുബൈർ റളിയല്ലാഹുവിനെ കുറിച്ചിട്ട് വരുന്ന പാഠം ത്വൽഹാ റളിയല്ലാഹുവിനെ കുറിച്ച് മുമ്പുള്ള പാഠാണ്. ഏതാണ്? ഹവാരിയു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വസ്ത സഹചാരി ആരാണ്? സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ എന്താണ് ഇദ്ദേഹത്തിൻ്റെ കഥയിൽ നമുക്ക് എന്താണ് പറയാനുള്ളത്? അദ്ദേഹത്തിൻ്റെ ഉമ്മ ആരാണ് എന്നുള്ളതാണ് നമുക്ക് ചോദിച്ചത്. അതന്നെയല്ലേ ചോദ്യം? അതാ സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവിൻ്റെ പേര് സുബൈർ ബിനുൽ അഷ്റത്തുൽ മുബശ്ശിറിൽപ്പെട്ട അദ്ദേഹം നബിയുടെ അമ്മായി സൊഫിയയുടെ മകനാണ്. അപ്പം നബിയുടെ അമ്മായിയായ സൊഫിയ ബീവിയുടെ മകനാണ്. കണ്ടോ, നബിയുടെ അമ്മായി സൊഫിയ ബി റളിയല്ലാഹു അൻഹയുടെ മകനാണ് ആര്? സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു. 6ാമത്തെ പാഠത്തിലാട്ടോ. അപ്പോൾ ഉമ്മയും മുസ്ലിമാണ് എന്നർത്ഥം. നോക്കിയേക്കാം. ഡമസ്കസ് ആയിരുന്നു അമവികളുടെ എന്ത് തലസ്ഥാനം? കണ്ടോ, അവർ മദീനയിൽ നിന്നും തലസ്ഥാനം എവിടേക്ക് മാറ്റിയിട്ടുണ്ട്? ഡമസ്കസിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് ഇസ്ലാമിക ഖിലാഫത്ത് എന്നുള്ള പാഠത്തിൽ പഠിക്കാനുണ്ടാവും. കണ്ടോ, അമവികളുടെ തലസ്ഥാനം ഏതാ? ഡമസ്കസ് ആയിരുന്നു തലസ്ഥാനം. കണ്ടോ, ഇവിടെ ഡമസ്കസ് ആയിരുന്നു തലസ്ഥാനം. അമവികളുടെ തലസ്ഥാനം ഡമസ്കസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. അപ്പോൾ ഇവിടെ അമവികളുടെ തലസ്ഥാനം. ഓക്കെ. ഇസ്ലാമിക ഖിലാഫത്തിനെ പ്രധാനമായും 4 ഘട്ടങ്ങളായി തിരിക്കാം. നമ്മൾ ഓൾറെഡി കാണിച്ചു തന്നു അല്ലേ? 4 ഘട്ടങ്ങളായിട്ട് തരംതിരിക്കാം. ലൊഹീറുദ്ദീൻ ബാബർ ഷാണ് മുഗൾ ഭരണകൂടത്തിൻ്റെ സ്ഥാപകൻ. ഓക്കെ, സ്ഥാപകൻ. ഓക്കെ. ചാർമിനാർ സ്ഥാപിക്കപ്പെട്ട വർഷം. അപ്പോൾ ചാർമിനാറിനെ കുറിച്ചിട്ട് നമുക്ക് ഏത് പാഠത്തിലാണ് എന്നുള്ളത് നമുക്ക് നോക്കിയേക്കാം. നമ്മുടെ ഇന്ത്യയെക്കുറിച്ചുള്ള പാഠമല്ലേ? ഇന്ത്യയെക്കുറിച്ചുള്ള പാഠത്തിൽ ചാർമിനാറിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും മനോഹരമായതാണ് ഡൽഹി ജുമാ മസ്ജിദ് അല്ല, ഇവിടെ ചാർമിനാർ. അതിൻ്റെ ചാർമിനാർ കണ്ടോ, ചാർമിനാർ ഇവിടെ ഉണ്ട്. 1591 മുഹമ്മദ് കുത്തുബ് ഷാ എന്ന ഭരണാധികാരിയാണ് ഇത് സ്ഥാപിച്ചത്. 1591. അപ്പോൾ നമുക്കിവിടെ ഉള്ള ക്വസ്റ്റ്യൻ എന്താ? ചാർമിനാർ സ്ഥാപിക്കപ്പെട്ട വർഷം 1591. ഖലീഫ എന്നാൽ അർത്ഥം എന്താണ്? പ്രതിനിധി അല്ലേ? പ്രതിനിധി എന്നാണ് അതിൻ്റെ അർത്ഥം. അബൂ ഉബൈദ എന്ന ആമിർ ബിൻ ജർറാഹ് റളിയല്ലാഹുവിൻ്റെ വയസ്സ് എത്രയാണെന്നുള്ളത്. അപ്പോൾ ആമിർ ബിൻ ജർറാഹ് റളിയല്ലാഹുവിൻ്റെ പാഠം നമ്മളിങ്ങനെ എടുത്ത് നോക്കിയേക്കാം. അബൂ ഉബൈദ റളിയല്ലാഹുവിൻ്റെ പാഠം എടുത്ത് നോക്കിയേക്കാം. അതിൽ വഫാത്താകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്?
അദ്ദേഹത്തിൻ്റെ പ്രായം എത്രയാണെന്ന് പറയുന്നുണ്ട്. 85 വയസ്സായിരുന്നു ആർക്ക് പ്രായം. ബഹുമാനപ്പെട്ട ഒരു വഫാത്താവുന്ന സമയത്ത് 85 അദ്ദേഹത്തിൻ്റെ പ്രായം ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 85 എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് എന്താണുള്ളത്? യോജിച്ചവ ചേർക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറായി. ഇനി നമുക്ക് ഏകദേശം ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കഷൻ ചെയ്തല്ലോ. അപ്പം ഇനി ബാക്കിയുള്ള നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. ഇമാം സുഹ്റവർദിയുടെ ഗ്രന്ഥം ഏതാ? ഇമാം സുഹ്റവർദിയുടെ റിഹലത്തുൽ മുലൂക്ക് അല്ലേ? റിഹലത്തുൽ മുലൂക്ക് ഇതാ. പിന്നെ അലി തൊബ്രിയുടെ ഗ്രന്ഥം ഫിർദൗസുൽ ഹിക്മ. പിന്നെ ചേരമാൻ പെരുമാളിൻ്റെ പുതിയ പേര് കണ്ടോ, ഇതൊക്കെ റിപ്പീറ്റ് ആയി വരുന്ന ക്വസ്റ്റ്യൻസ് ആട്ടോ. താജുദ്ദീൻ എന്നവർ. ഡൽഹി ജുമാ മസ്ജിദ് നിർമ്മിച്ചത് അത് ഞാൻ കാണിച്ചു തന്നില്ലല്ലോ. ഡൽഹി ജുമാ മസ്ജിദ് നിർമ്മിച്ചത് ആരാണ്? നമ്മൾ ആ ഇതിൽ തന്നെയുണ്ട്. നേരത്തെ ഞാൻ വായിച്ചു ജസ്റ്റ് ഒന്ന് പാഠത്തിൻ്റെ ഇടയിലേ. ഇതുണ്ടോ, ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഡൽഹി ജുമാ മസ്ജിദ് ഇവയിൽപ്പെട്ടതാണ്. ഷാജഹാൻ ചക്രവർത്തി തന്നെയാണ് ഇത് നിർമ്മിച്ചത്. വേണ്ടോ, ഷാജഹാൻ ചക്രവർത്തി. എവിടെ ഷാജഹാൻ ചക്രവർത്തി? അതെ, ഇവിടെ 4ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ചാർമിനാർ സ്മാരകം സ്ഥാപിച്ചത്? ചാർമിനാർ മുഹമ്മദ് കുത്തുബ് ഷാ. നമ്മൾ നേരത്തെ വായിച്ചു അല്ലേ? ഇതാ ഇവിടെ തന്നെ ഉണ്ട്, മുഹമ്മദ് കുത്തുബ് ഷാ. കണ്ടോ, ചാർമിനാർ സ്ഥാപിച്ചത്. അപ്പോൾ ചാർമിനാർ സ്ഥാപിച്ചത് 5ാമത് മുഹമ്മദ് കുത്തുബ് ഷാ. കുത്തുബ് മിനാർ സ്ഥാപിച്ചതോ? കുത്തുബുദ്ദീൻ ഐബക്ക് 6ാമത്തത്. ഓക്കെ, അത് അവിടെ കഴിഞ്ഞു. നെക്സ്റ്റോ ഹിജ്റ വർഷം മുതൽ ഹിജ്റ വർഷം വരെ റാഷിദൂൻ ഏതാ? ഏത് മുതൽ ഏത് വരെ എന്നുള്ളത് റാഷിദൂൻ നമ്മൾ പഠിച്ചു അല്ലേ? 11 മുതൽ 40 വരെ എന്നുള്ളത് നമ്മൾ പഠിച്ചു. അൽ അമവിയ നമുക്ക് നോക്കിയേക്കാം. അമവിയ നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. ഇതാണ്ടോ അമവിയ എവിടെ ഉള്ളത്? ഹിജ്റ 41 മുതൽ 132 വരെ. നമ്മളെ 41 മുതൽ 132 വരെ. അബ്ബാസിയ ഭരണകൂടം എത്ര വരെ നമുക്ക് നോക്കിയേക്കാം. അബ്ബാസിയ എവിടെ? അബ്ബാസിയ 132 മുതൽ 656 വരെ. 656 വരെ. 132 ടു 656 വരെ. ആൻഡ് നെക്സ്റ്റ് ഉസ്മാനിയ ഭരണകൂടം ഏതുവരെ എന്നുള്ളത് നമുക്ക് നോക്കിയേക്കാം. ഉസ്മാനിയ ഭരണകൂടം നോക്കി 699 മുതൽ 1342. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ 656 അത് കഴിഞ്ഞിട്ട് നേരെ 657 എന്ന് എഴുതരുത്. 699 മുതൽ 1342. 699 മുതൽ 1342 അതുവരെയാണ്. 42 അല്ലേ? യെസ്, 42. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ടേബിൾ. ഇവിടെ തന്നെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചത്. ഇതൊന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. 11, 40, 41, 132, 132 ടു 656, 699 ടു 1342 വരെ. അർത്ഥം എഴുതുക. ആമുൽ ജമാ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ? എന്താണ്? ഐക്യവർഷം അല്ലേ? ഐക്യവർഷം. ത്വാഊൻ പ്ലാഗ് കേട്ടോ. പ്ലാഗ്. ഔജബ ത്വൽഹ, അതായത് ത്വൽഹ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? സ്വർഗം ഉറപ്പാക്കി. ഇനി അടുത്തത് അമീനു ഹാദിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ വിശ്വസ്തൻ. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് നെക്സ്റ്റ് ആൻഡ് ഫൈനലി നമുക്ക് നോക്കാനുള്ളത് അമവിയ ഖിലാഫത്തിന്റെ പ്രധാന ഭരണാധികാരികൾ ആരെല്ലാം? നമ്മൾ മുആവിയത്ത് ബിൻ അബി സുഫിയാൻ ഒന്ന് നമ്മൾ പറഞ്ഞു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, മർവാൻ ബിൻ അൽ ഹക്കം റളിയല്ലാഹു അൻഹു എന്നിങ്ങനെ 3 ആളുകളാണ് അമവിയ ഭരണകൂടത്തിന്റെ പ്രധാന ഭരണാധികാരികൾ. ഞാൻ നേരത്തെ കാണിച്ചു തന്നതാണ്. അബ്ബാസികൾ ആരുടെ വംശ പരമ്പരയാണ്? ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വംശപരമ്പരയാണ് അബ്ബാസ്. കണ്ടോ,
പിതൃവൻ അബ്ബാസ് അല്ല അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹുവിൻ്റെ വംശപരമ്പരയിലുള്ളവരാണ്. ഓക്കെ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു മദീനയിൽ ലഭിച്ച അൻസാരി സഹോദരനാര സയ്യിദ് ബിൻ റബിയ റളിയല്ലാഹു അൻഹു അല്ലേ, നമ്മൾ കാണിച്ചു തന്നാണ്. തൊൽഹാ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തില്ല. അതിൻ്റെ കാരണം എന്താ? അത് ഞാൻ കാണിച്ചു തന്നിട്ടില്ല. അത് നമുക്ക് നോക്കിയേക്കാം. തൊൽഹാ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ടുള്ള പാഠം ഏതാണ്? സ്വർഗം ഉറപ്പാക്കിയ മഹാൻ. ഇതിൻ്റെ അവസാനത്തിലുണ്ട് കച്ചവടത്തിനായി ഷാമിൽ പോയിരുന്നതിനാൽ ബദർ യുദ്ധത്തിൽ അദ്ദേഹത്തിന് പങ്കെടുത്തില്ല. അപ്പം എന്താ കാരണം? കച്ചവടത്തിനായി ഷാമിൽ പോയത് കാരണത്താലാണ് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധ്യമാകാതിരുന്നത്. ഔറംഗസീബ് ആലംഗിരിയുടെ വ്യക്തിഗുണങ്ങൾ: സമയമായാൽ ഉടൻ നിസ്കരിക്കുക, ഉളവ് മുറിയാതെ കാത്തു സൂക്ഷിക്കുക, അല്ലേ? അങ്ങനെ ഏതും പറയാട്ടോ. ഞാൻ ആ 2 വെറുതെ ജസ്റ്റ് പറഞ്ഞു തന്നെ ഉള്ളൂ. അവിടെ ഇഷ്ടം പോലെ ഉണ്ട്, ഏതും നിങ്ങൾക്ക് പഠിക്കാം. ഇസ്ലാം കേരളത്തിന് നൽകിയ സാമൂഹിക ഗുണങ്ങൾ ഏതാണ്? മാന്യമായ വേഷവിധാനം, എല്ലാ സമൂഹങ്ങളെയും എന്താണ് ഉൾക്കൊള്ളാനുള്ള കഴിവ്. അങ്ങനെ നമ്മൾ കുറച്ച് പറഞ്ഞല്ലോ, 3 അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ 2 ഏതാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. മുഗൾ ഭരണകൂടങ്ങൾ രാജ്യത്തിനുണ്ടാക്കിയ നേട്ടങ്ങൾ: തപാൽ വകുപ്പ്, റോഡുകൾ, പാലങ്ങൾ, ഏത് നമുക്ക് പഠിക്കാം. സിമ്പിളാണ്, കണ്ടോ? റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതന്നെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. ഇവരുടെ പേര് എഴുതാം. മുഗൾ ഭരണകൂടത്തിൻ്റെ സ്ഥാപകൻ ആരാ? ലൊഹീറുദ്ദീൻ ബാബർ ഷാ. ഓക്കെ, ബാബർ ഷാ. മുഗൾ ഭരണത്തിലെ അവസാന ഭരണാധികാരി. അത് ഞാൻ കാണിച്ചു തന്നിട്ടില്ലല്ലോ. അത് നമുക്ക് ആ ക്വസ്റ്റ്യൻ അവിടെ തന്നെ വരുന്നുണ്ട്. അവസാന ഭരണാധികാരി ആരാണ്? അവസാന ഭരണാധികാരി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹാദർ ഷാ. കണ്ടോ? ബഹാദർ ഷാ ആയിരുന്നു അവസാന ഭരണാധികാരി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ബഹാദർ ഷാ എന്നെഴുതാം. ബഹാദർ ഷാ. തബൂക്ക് യുദ്ധത്തിന് 200 ഊക്കിയ സ്വർണം നൽകിയത് ആരാണ്? നമുക്ക് നോക്കിയേക്കാം. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. തബൂക്ക് യുദ്ധത്തിന് 200 ഊക്കിയ സ്വർണമാണ് അദ്ദേഹം നൽകിയത്. വലിയ സമ്പന്നനായിരുന്നു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. നമുക്ക് നോക്കിയേക്കാം. എന്താണ് ഇവിടെ പറയുന്നുണ്ട്? തബൂക്ക് യുദ്ധത്തിന് അദ്ദേഹം നൽകിയത് 200 ഊക്കിയ സ്വർണമായിരുന്നു. ആരെ കുറിച്ചിട്ടാ? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് എഴുതാം? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു എഴുതാം. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. ഓക്കെ. അടുത്തത് നമുക്ക് നോക്കിയേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കവിളിൽ ആണ്ടുപോയ പടയങ്കിയുടെ കണ്ണികൾ പല്ലുകൊണ്ട് കടിച്ചെടുത്തത് ആരാ? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. നമുക്ക് ആ ഒരു ചോദ്യം എവിടെ വരുന്നത് നമുക്ക് നോക്കിയേക്കാം. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ പാഠം അങ്ങനെ എടുത്ത് നോക്കിയേക്കാം. ഇത് ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹുവിന്റെ പാടാണ്. അബൂ ഉബൈദ റളിയല്ലാഹുവിന്റെ പാഠം ഇവിടെ നോക്കിയും. ഉഹുദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിളിൽ പടയങ്കിയുടെ 2 കണ്ണികൾ ആണ്ടുപോയി. അവയിലൊന്ന് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു തന്റെ മുൻ പല്ല് കൊണ്ട് കടിച്ചെടുക്കുകയുണ്ടായി. കണ്ടോ? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആണ് ആ പടയങ്കി കടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ മുൻപല്ല് എന്ത് ചെയ്തിട്ടുണ്ട്? പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹവാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബൈർ ബിൻ അവ്വാർ റളിയല്ലാഹു അൻഹു. അത് ആ പാഠത്തിന്റെ ഹെഡിങ് തന്നെ കേട്ടോ. ഹവാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് എന്തുണ്ട്? പാഠത്തിന്റെ ഹെഡിങ് തന്നെ വരുന്നുണ്ട്. അത് ആരെ കുറിച്ചിട്ടാണ്? സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു ആണ് അത്. ഓക്കെ. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു ആയിരുന്നു. അപ്പൊ ഇനി അടുത്തത് സ്വർഗത്തിൽ എൻ്റെ സഹചാരി ആരാണെന്നുള്ളത്. ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയേക്കാം. ചേരമാൻ പെരുമാൾ. നമുക്കിത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്, സിമ്പിളാണ്. ചേരമാൻ പെരുമാൾ പേരെന്തായിരുന്നു? നമ്മൾ പഠിച്ചു താജുദ്ദീൻ എന്നാണ്. ചരിത്രകാരൻ നമ്മൾ പഠിച്ചു മുഹമ്മദ് ഖാസിം, അല്ലേ? അടുത്തതോ റിഹ്ലത്തുൽ മുലൂക്ക്. റിഹ്ലത്തുൽ മുലൂക്ക് ആരുടെയായിരുന്നു? അതെ, ഇമാം സുഹ്റവർദി, അല്ലേ? ഹൈദരാബാദിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഹൈദരാബാദിൽ ഏത്? ചാർമിനാർ. ആഗ്രയിലാണ് താജ്മഹൽ. കുത്തുബുദ്ദീൻ ഐബക്, കുത്തുബ് മിനാർ.
ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഞാൻ കാണിച്ചു തന്നു. അതുകൊണ്ട് എന്ത് ചെയ്യാണ്, പ്രത്യേകിച്ച് വിശദീകരിക്കാത്ത അതുകൊണ്ടാണ്. ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വിശദീകരിച്ചതാണ്. ഓക്കെ, അടുത്ത ഭാഗം ഏതാണ്? മുഗൾ ഭരണകൂടത്തിന്റെ സ്ഥാപകൻ ആരാ? മുഗൾ ഭരണകൂടത്തിന്റെ സ്ഥാപകൻ, അതും ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ട്. എന്താണ്? ലൊഹീറുദ്ദീൻ ബാബർ ഷാ അല്ലെ, ലൊഹീറുദ്ദീൻ ബാബർ ഷാ. ഡൽഹിയിലെ ചെങ്കോട്ട സ്ഥാപിച്ചത് ആരാ? ഷാജഹാൻ. ചെങ്കോട്ട സ്ഥാപിച്ചത് ഷാജഹാൻ. ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഒന്നാം ഘട്ടം ഏത്? അല്ല, ഖിലാഫത്ത് റാഷിദ 4 ഘട്ടമാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ. അതില് ഖിലാഫത്ത് റാഷിദ, അമവിയ, അബ്ബാസിയ, ഉസ്മാനിയ അല്ലെ. പിന്നെയും ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ. ഉഖ്ഷൈദിയ, തൂലൂനിയ, സൽജൂക്കിയ എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമുക്ക് വേറെ വേറെ പഠിക്കാനുണ്ട്, ചെറുതായിട്ടേ ഉള്ളൂ, വിശദീകരിച്ച് പഠിക്കാനൊന്നുമില്ല. ഇനി അടുത്തത്, ഇസ്ലാമിലെത്തിയ ആദ്യത്തെ 8 പേരിൽ ഒരാളാണ് ആര്? നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആണ്. പക്ഷെ നമുക്ക് ആ ക്വസ്റ്റ്യൻ എവിടെയെന്നുള്ളത് നമുക്ക് നോക്കാം. ഉദാരമതി എന്നുള്ള പാഠം എല്ലാവരും എടുത്തു നോക്കൂ. ഉദാരമതി എന്നുള്ള പാഠം ഇതാ, ഇസ്ലാമിൽ എത്തിയ ആദ്യത്തെ 8 പേരിൽ ഒരാളായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഇങ്ങനത്തെ ചില ഭാഗങ്ങളൊക്കെ ഓരോരുത്തരും കൊടുക്കുന്ന വിശേഷണങ്ങൾ ഉണ്ടല്ലോ, അത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കൽ നിർബന്ധമാണ്. ഹിജ്റ 18 ജോർഡാനിലെ ബൈസാനിൽ വഫാത്തായി. ആരാ? അബൂബൈദ റളിയല്ലാഹു അൻഹു. ഓൾറെഡി നമ്മൾ ഒരു വട്ടം കാണിച്ചു തന്നു. ഇനി ബനൂ തൈം കുടുംബാംഗമായിരുന്നു ആര്? ത്വൽഹ റളിയല്ലാഹു അൻഹു. നമ്മൾ ആ ഫസ്റ്റത്തെ 3ാമത്തെ പാഠത്തിലെ ആ കല്ലില്ലേ, അതിലുള്ള ആ കല്ല് പഠിച്ചാൽ തന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യങ്ങൾക്കൊക്കെയുള്ള ആൻസർ കിട്ടും. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായി. നബി തങ്ങളുടെ അമ്മായി ആരാ? സഫിയ ബീവി. സഫിയ ബീവിയുടെ മകനാണ് ആര്? സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. 3, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആത്തിക്കയുടെ റളിയല്ലാഹു അൻഹുയുടെ സഹോദരനാണ് ആര്? സയ്യിദ് റളിയല്ലാഹു അൻഹു. സയ്യിദ് റളിയല്ലാഹുവിന്റെ കുടുംബവും ഒക്കെ നമ്മൾ പഠിച്ചല്ലോ. ആത്തിക്ക ബീവിയുമായി ബന്ധമുള്ള ബന്ധവും ഉമർ റളിയല്ലാഹു അൻഹുമായി ബന്ധമുള്ള ബന്ധമൊക്കെ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തു. ഹിജ്റ 61 നടന്ന യുദ്ധം ഏതാ? നമുക്കറിയാം, കർബല. കർബല യുദ്ധമാണ് ഹിജ്റ 61 നടന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? ആമുൽ ജമാ ഏത് വർഷത്തിലാണ്? ഹിജ്റ 40-ാം വർഷം. ഐക്യവർഷം നമ്മൾ പഠിച്ചല്ലോ. അമവിയ ഖിലാഫത്ത് ഹിജ്റ ഏത് മുതൽ ഏത് വരെയാണ്? നമ്മൾ ഓൾറെഡി അത് കള്ളി വരച്ച് പഠിച്ചു. ഹിജ്റ 41 മുതൽ 132 വരെയാണ്. മറ്റേതൊക്കെ നമ്മളിങ്ങനെ ഓരോന്ന് പഠിച്ചു അല്ലെ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഒരു ശക്തിയായി വളർന്നു കഴിഞ്ഞിരുന്നു. ഇത് ആരുടെ കാലത്താണ്? അതായത് മുഗൾ കാലഘട്ടം ആരുടെ കാലത്താണ് തുടങ്ങിയത്? ലൊഹീറുദ്ദീൻ ബാബർ ഷാ. എന്നിട്ട് ആരുടെ കാലത്താണ് അവസാനിക്കുന്നത്? ബഹദൂർ ഷാ. അവരുടെ കാലത്താണ് മുഗൾ ഭരണം അവസാനിക്കുന്നത്. എന്തുകൊണ്ട് അവസാനിക്കാൻ കാരണം? ആ സമയത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഒരു ശക്തിയായി വളർന്നു കഴിഞ്ഞിരുന്നു. എന്നിട്ട് അദ്ദേഹത്തെ റങ്കൂറിലേക്ക് നാട് കടത്തി എന്നുള്ളതൊക്കെ നമ്മൾ അവിടെ പറയുന്നുണ്ടല്ലോ. ഓക്കെ, അബ്ബാസിയ ഖലീഫമാർ ആരുടെ പരമ്പരയിലുള്ളവരാണ്? അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലുള്ളവരാണ്. തബൂക്ക് യുദ്ധത്തിന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് നൽകിയ സംഭാവന എത്ര? 200 ഊക്കിയ സ്വർണം. നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ് അല്ലെ. അതിന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനലി, മുഗൾ ഭരണാധിപർ രാജ്യത്തിനുണ്ടാക്കിയ നേട്ടങ്ങൾ. തപാൽ വകുപ്പ്, അതേപോലെ തന്നെ നമുക്ക് ധാതുരാലയങ്ങൾ, പാലങ്ങൾ, റോഡുകൾ, നമുക്ക് ഏതും എഴുതാം. ഉസ്മാനിയ ഖിലാഫത്തിന് ശേഷം വന്ന ചെറുതും വലുതുമായ ഖിലാഫത്തുകൾ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സൽജൂക്കിയ, ഉഖ്ഷൈദിയ, തൂലൂനിയ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാടെണ്ണം വരുന്നുണ്ട്. ഇസ്ലാമിക ഖിലാഫത്ത് എന്നുള്ള പാഠത്തിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അടിയിൽ ഇങ്ങനെ കാണാം, ദാ ഈ ഭാഗത്ത് ഫാത്തിമിയ, അയ്യൂബിയ, സൽജൂക്കിയ, ഉഖ്ഷൈദിയ, തൂലൂനിയ, അങ്ങനെയൊക്കെ ഒരുപാടെണ്ണം അവിടെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഏതാ? അമവിയ ഖിലാഫത്തിന്റെ പ്രധാന ഭരണാധികാരികൾ ആരൊക്കെയാണ്? നമുക്കറിയാലോ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, മർവാൻ ബിൻ ഹക്കം റളിയല്ലാഹു അൻഹു, മുആവിയ ബിൻ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. രണ്ടാള് എഴുതിയാൽ മതി. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ ഏകദേശം ഇവിടെ നമ്മുടെ ഈ ഡിസ്കഷൻ എൻഡ് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ പഠിക്കാനും അതനുസരിച്ച് പരീക്ഷയിൽ എഴുതാനും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും തൗഫീഖ് നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പിന്നെ മക്കളെ, പ്രത്യേക ഒരു കാര്യം, നമ്മുടെ പൊതുപരീക്ഷയായി. ഇപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു തുടങ്ങണം. 3 മാസങ്ങൾക്ക് മുമ്പേ പഠിച്ചു തുടങ്ങണം. ചിലപ്പോൾ നമ്മൾ ഒരുപാട് ഉഴപ്പിരിക്കാൻ സാധ്യത ഉണ്ട് അല്ലേ.
കൃത്യമായൊരു ഗൈഡൻസ് കിട്ടാതെ ഇങ്ങനെ ഉഴപ്പിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് നമ്മുടെ ട്യൂഷൻ്റെ കീഴിൽ നല്ലൊരു അടിപൊളി സ്റ്റഡി മെറ്റീരിയൽ, സ്റ്റഡി പ്ലാൻ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പബ്ലിക് എക്സാം സ്പെഷ്യൽ കോച്ചിങ് ആണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പേഴ്സണൽ മെൻറ്റേഴ്സ് ഉണ്ടാകും, ക്ലാസ് എടുക്കാൻ നല്ല എക്സ്പേർട്ടായ ഉസ്താദുമാരുണ്ടാകും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ടിക്ക് ലിസ്റ്റ് നിങ്ങളെ ചെക്ക് ചെയ്യാനും എല്ലാ കാര്യങ്ങളും, എല്ലാ ഞായറാഴ്ചകളിലും മോക്ക് ടെസ്റ്റ് തുടങ്ങി എല്ലാം അടിപൊളിയാക്കിയിട്ട് നല്ലൊരു ക്രാഷ് കോഴ്സ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട്, നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആഡ് ആവാം. പിന്നെ മറ്റൊരു കാര്യം, പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരുപാട് പോയിന്റ്സുകൾ നമ്മുടെ ഈ ഗ്രൂപ്പിൽ, ഈ ഒരു ചാനലിൽ വരുന്നതാണ് കേട്ടോ. അതുകൊണ്ട് മറക്കരുത്, നമ്മുടെ ഈ ചാനലൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ലൈവിന്റെ ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം അവരും പഠിക്കട്ടെ, അവർ മാത്രമല്ല, നമ്മൾ മാത്രമല്ല, അവരും ഇത് പഠിക്കട്ടെ. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ മക്കളെ. അപ്പോൾ നമുക്ക് താൽക്കാലികം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ നാളത്തെ ഒരു കാര്യം, നാളെ പരീക്ഷ എഴുതിയിട്ട് അതിൻ്റെ മാർക്ക് എത്ര കിട്ടിയെന്ന് എക്സ്പെക്റ്റേഷൻ നമ്മുടെ പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട് ഈ വീഡിയോൻ്റെ താഴത്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറക്കരുത്, അത് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കമൻറ്റ് ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.